പറ സൗദ, നീയാണാ വേസ്റ്റ് ഇവിടെ ഇട്ടത്? നിന്റെ പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയാവാ? പ്രകൃതിദത്ത വിഭവങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്, ഒരു ഭൂഭാഗമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ കിഴക്ക് പ്രദേശത്തായിട്ട് പശ്ചിമഘട്ട മലനിരകൾ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചിമഘട്ട മലനിരകളെ നമ്മളൊരു കോട്ട പോലെ സംരക്ഷിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് 44 നദികളുടെ ഉത്ഭവം. 46 കായലുകളും 3 ശുദ്ധജല തടാകങ്ങളും തുടങ്ങി ഒരു ജലവ്യൂഹം തന്നെ നമുക്കുണ്ട്. ആ വെള്ളത്തില് 61% നമുക്ക് ഉപയോഗയോഗ്യമാണ്. അപ്പൊ കടലോ? ശരിയാ, കടൽ ഒരു തൊഴിൽ മേഖലയാണ്. കടലിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണമായും അതേപോലെ തന്നെ വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങളായിട്ടും നമ്മൾ കടലിനെ സമീപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കടലിന്റെ സമീപനം നമ്മുടെ സംസ്കാരത്തെ തന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, അതായത് അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ. എല്ലാ കാലത്തും മനുഷ്യ സമൂഹം പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിനെ കാര്യമായിട്ട് പോറലുകളൊന്നും ഏൽപ്പിക്കാതെയാണ് നമ്മുടെ ആവശ്യങ്ങൾ വീണ്ടെടുത്തിട്ടുള്ളത്. അതായത് ഈ വയലുകളിൽ ഇലമരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതേപോലെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാത്ത രീതിയിൽ കൃഷി ചെയ്യുക. അത്തരത്തിലായിരുന്നു അന്നത്തെ കാലത്തുള്ള ആൾക്കാർ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിനെ സംരക്ഷിച്ചു പോകുന്നത്. നമ്മുടെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? അതിലിങ്ങനെ ചാണകം മെഴുകിയ വീടുകള്, ഓലമേഞ്ഞ വീടുകള്, പ്രത്യേകിച്ച് മതിലുകളൊന്നും അല്ല കെട്ടിയിട്ടുള്ളത്. അവര് എന്താ പറയാ, മുള്ളുവേലികളൊക്കെ ആയിട്ട് കെട്ടിയിട്ടുള്ളത്. അത്രയ്ക്ക് എന്താ പറയാ, പ്രകൃതിയുമായിട്ട് ഇണങ്ങി അത്തരത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് റോഡുകളും വികസനങ്ങളും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്താണ്. അല്ല, ബ്രിട്ടീഷുകാർ വന്നപ്പോ എന്ത് മാറ്റം ഉണ്ടായേ? ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി തന്നെ കേരളത്തിന്റെ ഭൂഭാഗത്ത് തന്നെ ഒരു ഭൂഘടനയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കശുവണ്ടിയുടെ കണ്ടുപിടുത്തം, അതേപോലെ തന്നെ റബ്ബർ കൃഷി. ഇവ രണ്ടും കേരളത്തിന്റെ ഒരു ഭൂഘടനയെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തീരപ്രദേശത്തിലുള്ള ആൾക്കാർ മത്സ്യബന്ധനവും ഉപ്പുകളും തുടങ്ങിയവയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം അവരെന്ത് ചെയ്തു, കയറ് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറുകയാണ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെയാണ് നമ്മൾ മനുഷ്യര് പ്രകൃതിനെ ഒരു ആർത്തിയോടെ നോക്കി കാണാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതിനെ മുതലാളിത്ത വർഗ്ഗക്കാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതിനെ ഉപയോഗിക്കുന്നതെന്നാണ്. പക്ഷെ വ്യാവസായം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യവസായം എന്നുള്ളത് ഒരു പ്രകൃതിയുടെ ചൂഷണത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന വരൾച്ച, ഉരുൾപൊട്ടൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സംഭവിക്കുന്നത്. കണ്ടില്ലേ, 2024 കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്താണ് മുണ്ടക്കൈയിൽ നടന്നത്. ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഈ വനനശീകരണവും കുന്നടിച്ചിലാണ്. ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത്. കേരളത്തിന്റെ ആദ്യകാലത്ത്, അതായത് ഒരു 20ാം നൂറ്റാണ്ടില് കേരളത്തിന്റെ ഒരു 1/3 ഭാഗവും വനങ്ങളാൽ സമ്പന്നായിരുന്നു. എന്നാൽ 1983 വരുമ്പോൾ അത് 14.4% മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് തോട്ടവിള വ്യാപനം. അത് ജൈവ പ്രകൃതിയെ മാറ്റിമറിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കൂടാതെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗത്തിന് ഇത് വഴിമാറുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള എൻഡോസൾഫാന്റെ ദുരന്തം ഓർമ്മയില്ലേ? ഉണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതിനെ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വികസനം ആവശ്യമല്ലേ? ആവശ്യമാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും, കുന്നുകൾ ഇടിക്കുന്നതും, വയലുകളൊക്കെ നേരത്തെ റോഡ് ഉണ്ടാക്കുക, കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ആശുപത്രികൾ നിർമ്മിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, പ്രകൃതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ മരങ്ങളും നശിപ്പിക്കുന്നതും കുന്നിടിക്കുന്നതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നടന്ന വയനാടൻ ദുരന്തം, പിന്നെ 2018 നടന്ന പ്രളയങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള വികസനവും നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സംരക്ഷണവും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഓരോ വികസന പ്രവർത്തനവും നടത്താൻ. കണ്ടില്ലേ നമ്മുടെ ജലാശയങ്ങളുടെ നിലനിൽപ്പ് എത്ര മലിനമായിട്ടാണുള്ളത്. അതായത് മഴയെ ആശ്രയിച്ചിട്ടാണ് കേരളത്തിലെ ഭൂരിഭാഗം ജലാശയങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 3000 മില്ലി മഴയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഭൂരിഭാഗം വെള്ളവും പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. കൂടാതെ വനനശീകരണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം തുടങ്ങിയവയൊക്കെ കാരണം മഴയുടെ ലഭ്യത കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇത് ജലക്ഷാമത്തിന് കാരണമാകുന്നുണ്ട്. അതായത് നമ്മുടെ ജലവ്യൂഹത്തെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വ്യവസായവൽക്കരണത്തോടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ വ്യവസായങ്ങളിലെ മിക്കവാറും മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നത് ഈ ജലാശയങ്ങളിലേക്കാണ്. അതിനൊരു ഉദാഹരണമല്ലേ നമ്മുടെ നാട്ടിലെ കോഴിക്കോടുള്ള മാവൂർ ഫാക്ടറി? അതെ, നമ്മുടെ കോഴിക്കോട് മാവൂർ ഫാക്ടറിയിലെ വിസർജ്ജ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നതും ഇതേ കായലുകളിലും പുഴകളിലും തന്നെയാണ്. ഇതേ സമാന ആശങ്കകൾ തന്നെയാണ് നമ്മുടെ പമ്പ, പെരിയാർ, മൂവാറ്റുപുഴ എന്നീ നദികളുടെ കാര്യത്തിലുള്ളത്. പക്ഷേ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഈ ഫാക്ടറികളെല്ലാം പൂട്ടിച്ചില്ലേ? അതെ, പൂട്ടിച്ചിട്ടുണ്ട്. അതായത് മൈലമ്മയെ പോലുള്ള നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വിപ്ലവകരമായ സമരങ്ങൾ കൊണ്ട് ഇത്തരം ഫാക്ടറികളൊക്കെ പൂട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ടൂറിസത്തിന്റെ മറവിൽ അതായത് പുഴകളും കായലുകളും കയ്യേറുന്ന ഒരു പ്രവണതയുണ്ട്. കൂടാതെ ഈ ജലം ചരക്കാക്കി മാറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പ്ലാച്ചിമടയിലെയും പുതുശ്ശേരിയിലെയും കോളക്കമ്പനികൾ അതായത് ജലം ഊറ്റിയെടുത്ത് ലാഭം കൊയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജലാശയങ്ങളൊക്കെ മലിനമാക്കപ്പെടുന്നതിൽ നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് പങ്കില്ലേ? അതേ, ഉണ്ട്. നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ ജലാശയങ്ങളൊക്കെ ഇത്ര മലിനമാക്കുന്നത്. അതായത് ദിവസേന നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മറ്റു മാലിന്യങ്ങളൊക്കെ പുറന്തള്ളുന്നത് ഈ കായലുകളിലേക്കും പുഴകളിലേക്കുമാണ്. ഇതെന്താണ്? നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നാളത്തെ ജനത എങ്ങനെ അതിജീവിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ പരിസ്ഥിതിയും വികസനവും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എന്താ? അത് ചോദിക്കാനാണ്. അതെ, അതിനാണ് നമ്മുടെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ശരിക്കും സുസ്ഥിര വികസനം കൊണ്ട്. അതായത് അത് ഒരിക്കലും ഒരു വികസനത്തിന് അത് എഴുതല്ല, വികസനവും വേണം, അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണം. അതാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സുസ്ഥിര വികസനം. അത്തരത്തിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് വികസനം നടത്തുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അത്തരത്തിലേക്കല്ലാതെ പ്രകൃതിയെ ബാധിക്കുന്ന തരത്തിൽ ധാരാളം വികസനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കുന്ന രീതിയിൽ ധാരാളം പ്രക്ഷോഭങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടാവും. അതായത് ആതിരപ്പള്ളി പ്രക്ഷോഭം, പെരിങ്ങോം ആണവ നിലയവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ, പൂയംകുട്ടി പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാവൂർ ഗോളിയാർ പ്രക്ഷോഭം, പ്ലാച്ചിമട പ്രക്ഷോഭം എന്നിവ. ഇത് പ്ലാച്ചിമടയൊക്കെ പോലെ തന്നെ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങൾ ഇത്തരത്തിലേക്കുള്ള വികസനത്തിനെതിരായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് സൈലന്റ് വാലി പ്രക്ഷോഭം. നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് സൈലന്റ് വാലി പ്രദേശത്ത് ഒരു വൈദ്യുതി നിലയം കൊണ്ടുവരുന്നതിന് ഒരു KCBന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെ ജനങ്ങൾ അവിടെ മുന്നോട്ട് വരികയും അത്തരത്തിലേക്കുള്ള ജൈവ വൈദ്യുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്തരത്തിലേക്കുള്ള യാതൊരു വികസന പരിപാടികളും അനുവദിക്കില്ല എന്ന രീതിയിൽ ആളുകൾ മുന്നോട്ട് വന്നു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ എന്ത് പറയുന്നത് സൈലന്റ് വാലി പ്രക്ഷോഭം എന്ന് പറയുന്നത്. മൈലമ്മയെ പോലെയുള്ള ധാരാളം വ്യക്തികൾ ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടില്ലേ? ഉണ്ട്. പക്ഷെങ്കിൽ അതേപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിന് യാതൊരു പിന്തുണയും കൊടുക്കാത്ത ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഡാം ഉണ്ടാക്കിയാലും അതിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇല്ലാതാക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അതിന് യാതൊരു പ്രശ്നവുമില്ല, അത് വെറുതെയുള്ള വനപ്രദേശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിച്ച ധാരാളം ആളുകളും ഈ ഒരു സൈലന്റ് വാലി പ്രക്ഷോഭത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി പോലെ തന്നെയല്ലേ ഈ പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതി? അതെ. കേരളത്തിലെ ജലവൈദ്യുതിയുടെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1000 കോടി ചെലവില് 1982 സർക്കാർ കൊണ്ടുവന്നതാണ് ഈ പൂയംകുട്ടി വൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇതുപോലൊരു പ്രക്ഷോഭമായിരുന്നു 1990 കേരളം കണ്ടിട്ടുള്ളത്. അതായത് പെരിങ്ങോം ആണവ നിലയത്തിന്റെ. അതായത് കേരള സർക്കാർ കണ്ണൂരിലെ ഭൂതത്താൻകെട്ടിലായിരുന്നു ആദ്യം ഈ ആണവ നിലയം കെട്ടാൻ ഉദ്ദേശിച്ചത്. അതായത് വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വൈദ്യുതിന്റെ ക്ഷാമം മൂലമാണ് അങ്ങനെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ജനങ്ങളുടെ പ്രക്ഷോഭം ഉള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും 70 കിലോമീറ്റർ മാറിയിട്ടുള്ള പെരിങ്ങോമിൽ വെച്ചിട്ട് പദ്ധതി പുനർനിർമ്മിച്ചത്. പെരിങ്ങോം ആണവ നിലയം പറയുന്ന സമയത്ത് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ചീവേനി താപനിലയ പദ്ധതി എന്ന് പറയുന്നത്. ഏകദേശം 2000 ഈ ഒരു ചീവേനി താപനിലയ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1600 ഏക്കറോളം ഭൂമിയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് 800 മുതൽ 900 ഏക്കർ വരെ കാവുകളുള്ള ഒരു പ്രദേശമായിരുന്നു. ഈ പ്രദേശത്ത് ഇതിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളൊക്കെ തന്നെ
ഏകദേശം 900 വരെ ഏക്കർ നിർമ്മിക്കുന്ന കാവുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാവുകളെ നികത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു താപനില പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെതിരെയും ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അയച്ചുവിടാൻ വേണ്ടി തയ്യാറായിരുന്നു. അതേപോലെ തന്നെ സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് ശേഷം കേരള ജനത ഉറ്റുനോക്കിയിട്ടുള്ള മറ്റൊരു പ്രക്ഷോഭമായിരുന്നു പ്ലാച്ചിമട പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം, അതായത് പാരിസ്ഥിതിക സമരവും കോളക്കമ്പനികൾക്കെതിരായിട്ടുള്ള ഒരു സമരവുമായിരുന്നു. അതായത് ഇത് ആദിവാസികളുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നിട്ടുള്ളത്. അതായത് ഒരു മഴനിഴൽ പ്രദേശമായിരുന്നു ഈ പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമട എന്ന് പറയുന്നത്. അവിടെ വളരെയധികം ഭൂഗർഭജലം നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് കോളക്കമ്പനി പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിലേക്ക് എത്തുന്നത്. അതായത് ഇതിനെപ്പറ്റി അറിഞ്ഞ കോളക്കമ്പനി അവരെന്താണ് വൻതോതിൽ, അതായത് അവിടുത്തെ ജലം ഊറ്റിയെടുത്ത് ലാഭം കൊയ്യാൻ തുടങ്ങി. ഇത് അവിടുത്തെ ജനങ്ങളെ എന്താണ് പ്രതിസന്ധിയിലാക്കി, അവരുടെ കുളങ്ങളും കിണറുകളും ഒക്കെ വറ്റാൻ തുടങ്ങി. ഇതിനെതിരെയാണ് അവിടുത്തെ ജനത, അതായത് ആദിവാസി ജനത സമരം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ പരിസ്ഥിതി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര അധികം പ്രക്ഷോഭങ്ങളാണ് നടന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം നാളത്തെ ജനതയാണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ ജനത ഇനി എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട കരുതലാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ്.